വെണ്ടയ്ക്ക കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ? എപ്പോഴും മെഴുക്കുവരട്ടിയും അല്ലെങ്കിൽ വെണ്ടയ്ക്ക വറുത്ത് തൈരിലിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ചപ്പാത്തിക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒരു ചാറുകറി പോലെയാണ്. ചാറുകറിയല്ല, ഒരു ഗ്രേവി കറി എന്ന് പറയാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വെറുതെ എണ്ണയിൽ വറുത്തെടുക്കാം. പിന്നീട് നമുക്കൊരു പാനിലെടുത്തിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്, വറ്റൽമുളക്, വേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് സവാള കുറച്ച് അധികം ഇടണം. ഞാനൊരു 3-3.5 സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിപ്പം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം സവാളയുടെ. അപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് കിട്ടണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ളത് കുറച്ച് തൈരാണ്. അപ്പോൾ തൈരിലേക്കാണ് ഞാൻ എല്ലാ മസാലപ്പൊടിയും ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സ് ആക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വിസ്കും കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, ഞാനൊരു 3 ചെറിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. വളരെ ചെറുതായതുകൊണ്ടാണ് 3 ഇട്ടത്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ തിള വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കുക. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പുളിയില്ലാത്ത തൈരാണെങ്കിൽ തന്നെ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ആ വെണ്ടയ്ക്കയിലേക്ക് മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം തിളച്ചൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്തൂരി മേത്തി ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പനീർ കറിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ പാൽപ്പാട എടുത്ത് വയ്ക്കാറുണ്ട് നെയ്യ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയിലയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് തോരൻ കറി ഉണ്ടായിരുന്നു. ഈ കറിയും കൂട്ടി നമുക്ക് ചപ്പാത്തി നല്ല നെയ്യൊക്കെ പെട്ടി ചൂട് ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്. വെണ്ടയ്ക്കയുടെ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്.